ന്യൂ ഇയറിന് വളരെ വ്യത്യസ്തമായ ആഘോഷമായിക്കോട്ടെ എന്ന് കരുതി കുറേ ആളുകൾ യമൻ്റെ ഭാഗമായിട്ടുള്ള എന്നാൽ അറബിക്കടലിൽ കിടക്കുന്ന സൊക്രോത്ത എന്ന ദ്വീപിലേക്ക് പോയി. വളരെ വ്യത്യസ്തമായൊരു ഭൂപ്രകൃതിയുള്ള അതിമനോഹരമായ കടപ്പുറമുള്ള, അതേസമയം യുനെസ്കോ ഒരു പൈതൃക പട്ടികയിൽ ചേർത്തിരിക്കുന്ന സൊക്കോത്ര ഭാഗത്ത് താമസിച്ചു. 2 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറിയുന്നു അവിടേക്കുള്ള ഫ്ലൈറ്റുകളൊക്കെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പുറത്തേക്ക് പോകാൻ പറ്റാതെ. അതും അവിടെ കാശ് മാത്രമേ ചിലവാവുകയുള്ളൂ. വേണ്ടത്ര ATM മെഷീനുകളില്ല, ഓൺലൈൻ ട്രാൻസ്ഫറുകളൊന്നും അവിടെ നടക്കില്ല. കയ്യിൽ കാശുണ്ടോ എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഒരു ബോട്ട് പോലും അതുവഴി വരുന്നില്ല. കയറിപ്പോകാനെന്ന മട്ടിൽ 600 ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയാണ് ഇന്നിതാ എത്തുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ കുറേ ആഭ്യന്തര പ്രശ്നങ്ങൾ യമനുമായി ബന്ധപ്പെട്ടത്, പെട്ടെന്ന് ഫ്ലൈറ്റുകൾ അവിടെ വന്നുകൊണ്ടിരുന്ന ഫ്ലൈറ്റുകളൊക്കെ പെട്ടെന്ന് നിർത്തലാക്കാൻ തീരുമാനമെടുത്തത്. ഈ അടുത്ത കാലം വരെയൊക്കെ അബുദാബി വഴി പോകുന്നൊരു യാത്രാ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ലെന്ന് കേൾക്കുന്നു. ഏതായാലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു, ബുദ്ധിമുട്ടിലാണെന്നൊരു അറിയിപ്പ്. അപ്പോൾ ഈ ന്യൂ ഇയറിനൊക്കെ അല്ലെങ്കിൽ ആഘോഷ സമയങ്ങളിൽ, അവധി സമയങ്ങളിലൊക്കെ വ്യത്യസ്തമായ ആഘോഷങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും പോകണം എന്ന് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതലായിട്ടുള്ള ഫ്ലൈറ്റ് സർവീസുകൾ, അവിടെ ചെല്ലുമ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അവിടുത്തെ ഭൂപ്രകൃതി മാത്രം, കാലാവസ്ഥ മാത്രം, അവിടുത്തെ ചെടികളും സസ്യജാലങ്ങൾ മാത്രമല്ല, ജന്തുജാലങ്ങൾ ഇതൊക്കെ കാണാൻ മാത്രമല്ല, ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചിട്ട് പോകണമെന്ന് ഇപ്പോൾ സൊക്കോത്രയിലെ ആളുകളുടെ അവസ്ഥ കണ്ട് പറയാൻ തോന്നുകയാണ്. അടുത്ത ദിവസം മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിൽ ചിലർ പ്രതികരിക്കും, പെയ്തില്ലെങ്കിൽ. എന്നാൽ ഇന്ന് പെയ്തു എന്നുള്ള വാസ്തവം നമ്മളൊന്ന് മനസ്സിലാക്കണം. റാസൽ ഖൈമയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ, ഫുജേറയിൽ, കൊർഫക്കാനിലൊക്കെ കൃത്യമായിട്ടുള്ള മഴ കിട്ടി എന്ന അറിയിപ്പാണ് NCMൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അധികം ജനവാസമില്ലാത്ത സ്ഥലമാണ് റാസൽ ഖൈമയിലെ അൽ ഹുവൈലാത്ത്. അവിടെ ഇന്ന് ഉച്ചയ്ക്ക് നല്ല മഴ കിട്ടിയെന്നാണ്. അതുപോലെ ഫുജേറയിലെ റിമൈല, ഈ ഭാഗത്തു നിന്ന് ഉച്ചയ്ക്ക് 3:30 നല്ല മഴ കിട്ടിയെന്നാണ്. യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടുമൊക്കെ ഈ പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശീതളപാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും എന്ന നിയമം ഈ മാസം ആദ്യം പ്രാബല്യത്തിൽ വന്നപ്പോൾ കടകളിൽ എന്താണ് അവസ്ഥ? കൂടുതൽ ആളുകൾ വന്ന് എടുക്കുന്നുണ്ടോ? എടുക്കുന്നതിൻ്റെ അളവിൽ വല്ല മാറ്റവുമുണ്ടോ? വ്യാപാരികൾ ഒന്നടങ്കം പറയുന്നു, ജനുവരി 1 ശേഷം ഇങ്ങനെ പഞ്ചസാര കണ്ടൻറ്റ് കൂടുതലായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പാനീയങ്ങളുടെ കച്ചവടം കുറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ കാശ് കൂടുതൽ കൊടുക്കേണ്ടി വന്നാൽ ആളുകൾ ഇതിൽ നിന്നൊക്കെ മാറി ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ കച്ചവടത്തിൽ വന്നിരിക്കുന്ന കുറവ്. ഇനിയും മനസ്സിലാക്കണം, ഒരു 100 ml പാനീയം, അതിൽ 5 ഗ്രാമിന് താഴെയാണ് പഞ്ചസാരയുടെ അളവെങ്കിൽ 0 ടാക്സ് എന്ന രൂപത്തിലാണ്. 5 ഗ്രാമിന് മുകളിലോട്ട് വന്ന് 8 ഗ്രാം വരെയായാൽ ഏതാണ്ട് 0.79%, 8 ഗ്രാമിന് മുകളിലായാൽ വീണ്ടും മുകളിലോട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതേസമയം നാച്ചുറലായിട്ടുള്ള ഷുഗർ ആണെങ്കിൽ ടാക്സ് ഈടാക്കാൻ പറ്റില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഷാർജയിൽ പ്രോപ്പർട്ടി വാങ്ങാനിരിക്കുന്നവർക്കൊരു വലിയ സന്തോഷ വർത്തമാനം അധികൃതരുടെ ഭാഗത്തുനിന്ന് വരുന്നത്, ഇപ്പോൾ വലിയ ഷാർജ റിയൽ എസ്റ്റേറ്റ് എക്സ്പോ വരികയാണ് ജനുവരി 21 ഷാർജ എക്സ്പോയിൽ. അവിടെ വന്നിട്ട് എന്തെങ്കിലും ബുക്ക് ചെയ്യാനൊക്കെ വരുന്നവർക്ക് നിലവിലുള്ള രജിസ്ട്രേഷൻ ഫീയുടെ പകുതി കൊടുത്താൽ മതി എന്ന ധാരണയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ വർഷം ഈ എക്സിബിഷനിലൂടെ ഏതാണ്ട് 4 ബില്യൺ ദിർഹത്തിൻ്റെ കച്ചവടം ഉറപ്പിച്ചു. ഇത്തവണ 5 ബില്യൺ ദിർഹത്തിലധികം കച്ചവടം ഉറപ്പിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് ഈ ഫ്രീ ഹോൾഡ് ഷാർജയിൽ ഇപ്പോൾ വ്യാപകമായ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഷാർജയിൽ വന്ന് സ്വസ്ഥമായി സമാധാനമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അതും താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഷാർജ പ്രിഫർ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ റിപ്പോർട്ട് വരികയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.